കുടുംബജീവിതത്തിൽ തുറന്നു പറച്ചിൽ ചിലത് നല്ലതാണ്, ചിലത് തീയതാണ്. ചിലരുടെ കുടുംബജീവിതത്തിൽ തുറന്നു പറച്ചിൽ കാരണം ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലരുടേത് സക്സസ്സായിട്ട് പോയിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു ഓപ്പൺ മൈൻഡിൽ കൂടി പോകണമെന്നുള്ളതാണ്. ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരും. ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ഇതൊക്കെ സർവ്വസാധാരണം തന്നെയാണ്. എന്നാൽ പോലും പരസ്പരം കൂട്ടുപങ്കാളികളെ, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഹൈഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുക, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുക. എന്നാൽ തികച്ചും ജീവിത പങ്കാളികളെ ചതിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവർക്ക് നന്നായി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എത്ര കാലം എന്ന് വരെ എന്നറിയില്ല. ജീവിതത്തിൽ പലപ്പോഴും ചതിക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമുക്ക് ചതിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത്. തുറന്നു പറഞ്ഞൊരു ഓപ്പൺ മൈൻഡായിട്ട് ജീവിച്ച എൻ്റെ ലൈഫ് പോലും തകർന്നടിച്ച് പോയൊരവസ്ഥയാണ്. തകർന്നടിച്ച് പോയി. ആ ഒരു തകർന്നടിച്ച് പോയ സമയത്ത് ഞാൻ ഒത്തിരി ഡെസ്പായി പോയിരുന്ന ഒരാളുമാണ്. പക്ഷേ അതിനകത്തുനിന്നൊക്കെ കരകയറി ഒരു ജീവിതത്തിലെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മൾ മറ്റുള്ളവരെ കടന്ന് വിശ്വസിക്കരുത്. അത് നമ്മുടെ ജീവിത പങ്കാളിയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവർ പറയുന്ന പല കാര്യങ്ങൾ കാരണം ഞാൻ എൻ്റെ ലൈഫിലെല്ലാം തന്നെ എല്ലാം റിയാലിറ്റിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. നമ്മളാരോടും ഹൈഡ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യാത്തത് കൊണ്ട് എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അല്ല, തീർത്തും നമ്മളെ മുൻനിർത്തി കള്ളങ്ങൾ പറഞ്ഞ് കൊട്ടാരങ്ങൾ കെട്ടുന്നവരും ഉണ്ട് ജീവിതത്തിൽ. അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടമായിട്ടുണ്ട്. കള്ളങ്ങൾ പറഞ്ഞ് ചീട്ട് കൊട്ടാരം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് ജീവിതത്തിൽ എന്നേക്കും പരാജയം അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരാജയമാക്കാൻ ശ്രമിച്ചവരെ പരാജയമാക്കാൻ തിരഞ്ഞുപിടിച്ച് അവരുടെ മനസ്സറിഞ്ഞ് പരാജയപ്പെടുത്താൻ കൂടെ നമുക്കൊരു കർത്താവ് കൂട്ടായിട്ടുണ്ടായിരുന്നു.